ഹാങ്ങിങ് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എപ്പിസിയ പ്ലാന്റ് എല്ലാവരും പറയുന്നത് ഹാങ്ങിങ് ആയിട്ട് വെക്കുമ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല എന്നാണ്. അത് ശരിയാണ്. നമ്മൾ കാലക്രമേണ അതിന് നമ്മൾ റീപോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ ഹാങ്ങിങ് ആവുന്ന വള്ളി കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ ഈ ഒരു ബൾക്കായിട്ടുള്ളത് നിലനിർത്താൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ചെടിയും ഒരു കാലം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ കഴിയുമ്പോൾ കുറച്ചൊന്ന് പിന്നോട്ടാവും. അപ്പോൾ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക, പുതുതായിട്ട് ഇതുപോലെ തന്നെ വളർത്തിയെടുക്കുക. അക്കാര്യമാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് എപ്പിസിയ പ്ലാന്റിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഉണ്ടായി വരുന്ന സമയത്ത് ഗ്രീൻ ആണെങ്കിലും പിന്നീട് ഇതിൻ്റെ ലീഫ് ഗ്രീനൊക്കെ മാറി ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരു പിങ്ക് കളറിലുള്ള പൂവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൂവ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പൂവാണ് വരുന്നത്. ഇതിനും അതുപോലെ തന്നെ